നാളെയാണ് പരീക്ഷ അല്ലേ? സിലബസ് ആണെങ്കിൽ തീർന്നിട്ടുമില്ല. നിങ്ങളുടെ ആ ടെൻഷൻ എനിക്ക് ശരിക്കും മനസ്സിലാവും. ഈ അവസാന നിമിഷത്തെ ആ ഒരു വെപ്രാളം ഉണ്ടല്ലോ, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. നോക്കൂ, ബാക്ക് പ്രൊപ്പഗേഷൻ. ഈ ചോദ്യം പരീക്ഷയ്ക്ക് എന്തായാലും വരും, അത് ഉറപ്പാണ്. അതുകൊണ്ട് വേറെ ഒരു ടെൻഷനും വേണ്ട. കൃത്യം 10 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പക്ക ബ്ലൂ പ്രിൻ്റാണ് ഈ എക്സ്പ്ലെയിനറിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഇത് അതുപോലെ തന്നെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വേണ്ട കൃത്യമായ സ്ട്രക്ചർ ഇതാണ്: 1 ഇൻട്രോ, 2 ഡയഗ്രാം, 3 പ്രധാന സ്റ്റെപ്പുകൾ, 4 ഫോർമുലകൾ, 5 പ്രോസ് ആൻഡ് കോൺസ്, പിന്നെ അവസാനം 6ാമതായി ഒരു കൺക്ലൂഷൻ. ഈ 6 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കൂ. ഇതിൽ ആദ്യത്തെ കാര്യം ഇൻട്രൊഡക്ഷൻ. പേപ്പർ വാല്യൂ ചെയ്യുന്ന ആൾക്ക് നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് നല്ല ഐഡിയ ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കി കൊടുക്കാൻ ഈ ആദ്യത്തെ ആമുഖം വളരെ പ്രധാനമാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ ഉറപ്പായും എഴുതിയിരിക്കേണ്ട ചില കീവേഡുകളുണ്ട്: സൂപ്പർവൈസ്ഡ് ലേണിംഗ്, മൾട്ടിലെയർ, പ്രൊപ്പഗേറ്റിംഗ് എറർ ബാക്ക്വേർഡ്, പിന്നെ മിനിമൈസിംഗ് എറർ. അതായത് ഇതൊരു സൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതമാണ്. എറർ അഥവാ തെറ്റുകൾ കുറയ്ക്കുന്നതിനായി ഇത് പുറകോട്ട് പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് വെയിറ്റുകൾ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ വാക്കുകൾ ഉത്തരത്തിലുണ്ടെങ്കിൽ അടിപൊളി, നിങ്ങളുടെ തുടക്കം ഗംഭീരമായി. ഇനി രണ്ടാമത്തെ കാര്യം, ഡയഗ്രാം. ശരിക്കും പറഞ്ഞാൽ തിയറി എഴുതുന്നതിനേക്കാൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നത് ഇത്തരം ചിത്രങ്ങളാണ്. അതുകൊണ്ട് ഡയഗ്രാം വരയ്ക്കാൻ ഒരിക്കലും മറക്കരുത്. ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയാമോ? പലരും ഇൻപുട്ട് ലെയർ, ഹിഡൻ ലെയർ, ഔട്ട്പുട്ട് ലെയർ എന്നിവ വരച്ചിട്ട് അങ്ങ് നിർത്തും. പക്ഷേ അവിടെയല്ല കാര്യം. ഡാറ്റ മുന്നോട്ടു പോകുന്ന ഫോർവേഡ് ആരോകൾക്കൊപ്പം തന്നെ എറർ തിരികെ വരുന്ന ബാക്ക്വേർഡ് ആരോകൾ, അതെ, ബാക്ക്വേർഡ് എറർ ആരോകളും നിങ്ങൾ നിർബന്ധമായും വരച്ചിരിക്കണം. അത് കണ്ടാൽ തന്നെ എക്സാമിനർക്ക് ഹാപ്പിയാവും. കാരണം അതാണല്ലോ ഈ ബാക്ക് പ്രൊപ്പഗേഷന്റെ തന്നെ ജീവൻ. അപ്പോൾ ഡയഗ്രാം കഴിഞ്ഞു. ഇനി 3ാമത്തെ സെക്ഷൻ, ഇതിന്റെ പ്രധാന സ്റ്റെപ്പുകൾ. നമ്മൾ ഉത്തരത്തിന്റെ ഏറ്റവും കാതലായ ഭാഗത്തേക്കാണ് കടക്കുന്നത് കേട്ടോ. ഒരു അൽഗോരിതം ചോദിച്ചാൽ അതിന്റെ സ്റ്റെപ്പുകൾ കൃത്യമായി എഴുതുന്നതിലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ പോകുന്നത്. ഈ 5 സ്റ്റെപ്പുകൾ ഒരു പാട്ടുപോലെ മനസ്സിൽ സെറ്റ് ചെയ്തു വയ്ക്കുക. 1 വെയിറ്റുകൾ ഇനിഷ്യലൈസ് ചെയ്യുക. 2 ഫോർവേഡ് പ്രൊപ്പഗേഷൻ, അതായത് ഡാറ്റ മുന്നോട്ടു പോകുന്നു. 3 കിട്ടിയ ഔട്ട്പുട്ടിലെ എറർ കണക്കാക്കുക. 4 ബാക്ക്വേർഡ് പ്രൊപ്പഗേഷൻ, അതായത് എറർ പുറകോട്ടയക്കുക. 5 വെയിറ്റുകൾ അപ്ഡേറ്റ് ചെയ്ത് ഈ പ്രക്രിയ അങ്ങനെ തന്നെ ആവർത്തിക്കുക. വളരെ സിമ്പിളായ ഒരു ഫ്ലോ ആണിത്. ഇനി 4ാമത്തെ കാര്യം, ഫോർമുലകൾ. സ്റ്റെപ്പുകൾ കഴിഞ്ഞാൽ പിന്നെ പലർക്കും പേടിയുള്ളൊരു സാധനമാണ് ഈ ഫോർമുലകൾ. പക്ഷേ സത്യം പറയട്ടെ, ഫോർമുലകൾ കണ്ട് ഒട്ടും പേടിക്കേണ്ട. വെറും 2 ചെറിയ ഫോർമുലകൾ മാത്രമേ നിങ്ങൾക്കിവിടെ പഠിക്കാനുള്ളൂ. ആദ്യത്തേത് എറർ കണ്ടുപിടിക്കാനുള്ളതാണ്. E = 1/2 × t - y². ഇവിടെ t എന്നാൽ നമുക്ക് വേണ്ട ടാർഗറ്റ് ഔട്ട്പുട്ട്, y എന്നാൽ ശരിക്കും കിട്ടിയ ഔട്ട്പുട്ട്. ഇനി രണ്ടാമത്തത് വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ w = w + ആൽഫ ഡെൽറ്റ x. ഇതിൽ ആൽഫ എന്നത് ലേണിംഗ് റേറ്റ് ആണ്, ഡെൽറ്റ എന്നത് എറർ ടേമും. വേറെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കണക്കുകളൊന്നുമില്ല. ഇത് രണ്ടും അതുപോലെ പേപ്പറിൽ പകർത്തിയാൽ നിങ്ങൾക്ക് മാർക്ക് ഉറപ്പാണ്. അടുത്തതായി 5ാമത്തെ സെക്ഷൻ, ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും. നോക്കൂ, ഒരു ശരാശരി ഉത്തരം എഴുതുന്ന കുട്ടി ഈ പറഞ്ഞ കാര്യങ്ങൾ മാത്രം എഴുതി അവസാനിപ്പിക്കും. അവർക്ക് എന്തായാലും ഒരു 8 മാർക്ക് കിട്ടുകയും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് 10ൽ 10ഉം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉത്തരത്തിന് ചെറിയൊരു മിനുക്ക് പണി കൂടിയേ തീരൂ. അതാണ് അഡ്വാൻറ്റേജുകളും ലിമിറ്റേഷൻസും. ഇതിന്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. ഇതിൽ നിന്നും ഏതെങ്കിലും 3 നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. 1 ഇത് ഗ്രേഡിയന്റ് ഡിസെന്റ് ഉപയോഗിക്കുന്നു. മീൻ സ്ക്വയർ എറർ കുറയ്ക്കുന്നു. നല്ല ഉയർന്ന കൃത്യതയുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം, നോൺ ലീനിയർ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇത് ബെസ്റ്റാണ്. ഗ്രേഡിയന്റ് ഡിസെന്റ്, നോൺ ലീനിയർ, ഈ 2 വാക്കുകൾ ഉത്തരത്തിൽ ഹൈലൈറ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഗുണങ്ങൾ പോലെ തന്നെ വളരെ പ്രധാനമാണ് ഇതിന്റെ ദോഷങ്ങളും. ഇത് ട്രെയിൻ ചെയ്യാൻ സമയം വളരെ കൂടുതലെടുക്കും എന്നതാണ് ഒരു പ്രധാന പോരായ്മ. പിന്നെ അധ്യാപകർ നിങ്ങളുടെ ഉത്തരത്തിൽ തിരിയുന്ന ഒരു ക്ലാസിക് വാചകമുണ്ട്: ക്യാൻ ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോക്കൽ മിനിമ. അതെ, ലോക്കൽ മിനിമയിൽ കുടുങ്ങിപ്പോകാനുള്ള സാധ്യത. ഈ ഒരു ലിമിറ്റേഷൻ കൃത്യമായി എഴുതിയാൽ നിങ്ങളുടെ ഉത്തരത്തിന്റെ റേഞ്ച് തന്നെ മാറും. ഇനി 6ാമത്തെയും അവസാനത്തെയും കാര്യം, കൺക്ലൂഷൻ അഥവാ ഉപസംഹാരം. നമ്മളങ്ങനെ അവസാന ഭാഗത്തേക്ക് വരികയാണ്. ഒരു അടിപൊളി സിനിമയ്ക്ക് നല്ലൊരു ക്ലൈമാക്സ് ഉള്ളതുപോലെ നിങ്ങളുടെ ഉത്തരത്തിനും നല്ലൊരു കൺക്ലൂഷൻ വേണം. ഇത് വായിച്ചു കഴിയുമ്പോൾ തന്നെ എക്സാമിനർക്ക് നിങ്ങൾക്ക് ഫുൾ മാർക്കും തരാൻ തോന്നണം. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അവസാന വരിയാണ്. എറർ മിനിമൈസേഷൻ വഴി വെയിറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ന്യൂറൽ നെറ്റ്വർക്കുകളെ പരിശീലിപ്പിക്കുന്ന വളരെ ശക്തമായ ഒരു അൽഗോരിതമാണ് ബാക്ക് പ്രൊപ്പഗേഷൻ. ഇത്രയും എഴുതുന്നതോടെ നിങ്ങളുടെ ഉത്തരം ഒരു പക്കാ പെർഫെക്റ്റ് 10 മാർക്ക് പാക്കേജായി മാറിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വ്യക്തമായി. എങ്കിലും എന്നെ അലട്ടുന്നൊരു ചോദ്യമുണ്ട്. ഇത്രയും എളുപ്പമുള്ള ഈ ചോദ്യത്തിൽ മിക്ക വിദ്യാർത്ഥികൾക്കും
എവിടെയാണ് എങ്ങനെയാണ് മാർക്ക് നഷ്ടപ്പെടുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ആ അബദ്ധങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. വളരെ എളുപ്പത്തിൽ കുട്ടികൾ മാർക്ക് കളയുന്ന 2 അബദ്ധങ്ങൾ ഇവയാണ്. 1. വെയ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്ന ഫോർമുലയിൽ ലേണിംഗ് റേറ്റ്, അതായത് ആൽഫ എഴുതാനങ്ങ് മറക്കും. രണ്ടാമത്തത് ഫോർവേഡ് പ്രൊപ്പഗേഷനും ബാക്ക്വേഡ് പ്രൊപ്പഗേഷനും തമ്മിൽ മാറിപ്പോകുന്നത്. അത് ഓർക്കാൻ വളരെ സിമ്പിളാണ്. ഡേറ്റ മുന്നോട്ട് പോകുന്നത് ഫോർവേഡ്, എറർ പിന്നോട്ട് വരുന്നത് ബാക്ക്വേഡ്. ഈ 2 അബദ്ധങ്ങളും ദയവായി നാളെ പരീക്ഷാ ഹാളിൽ നിങ്ങൾ ആവർത്തിക്കരുത്. ഇനി സമയം തീരെയില്ലാത്തതുകൊണ്ട് എല്ലാം വേഗത്തിൽ എഴുതി തീർക്കേണ്ടതുണ്ട്. പരീക്ഷാ ഹാളിലെ നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ഇങ്ങനെയായിരിക്കണം. ആദ്യത്തെ 1 മിനിറ്റിൽ ഡെഫിനിഷൻ എഴുതുക, ഡയഗ്രം വരയ്ക്കുക. അടുത്ത 2 മിനിറ്റ് കൊണ്ട് ആ 5 സ്റ്റെപ്പുകൾ വ്യക്തമായി എഴുതുക. അവസാനത്തെ 3 മിനിറ്റ് കൊണ്ട് ഫോർമുലകളും ഗുണങ്ങളും ദോഷങ്ങളും എഴുതി കൺക്ലൂഡ് ചെയ്യുക. നോക്കൂ, വെറും 6 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് 10 മാർക്ക് പോക്കറ്റിലാക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൃത്യം 10 മാർക്ക് വാങ്ങാനുള്ള ആ പെർഫെക്റ്റ് ബ്ലൂ പ്രിന്റ് കിട്ടിക്കഴിഞ്ഞു. കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയറായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എങ്കിലും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരൊറ്റ കാര്യം മാത്രം ഞാൻ ചോദിച്ചോട്ടെ. നാളെ പരീക്ഷാ പേപ്പറിൽ ആ ഡയഗ്രം വരയ്ക്കുമ്പോൾ എറർ തിരികെ പോകുന്ന ആ ബാക്ക്വേഡ് ആരോകൾ വരയ്ക്കാൻ നിങ്ങൾ മറക്കില്ലല്ലോ. ഒരിക്കലും മറക്കരുത്. ആ ഒറ്റ ചിത്രം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും മായാതെ നിൽക്കട്ടെ. പരീക്ഷ പൊളിക്കുക. ഓൾ ദ ബെസ്റ്റ്. എക്സ്പ്ലോറർ കണ്ടതിന് നന്ദി.